നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മിറാക്കിൾ നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും ഇതുകൂടാതെ ജീവിതത്തിൽ അത്ഭുതം കാട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മിറാക്കിൾ ജാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നമുക്ക് ലഭിക്കാത്ത ഭാഗ്യങ്ങൾ നേടിത്തരുന്ന ഒരു അത്ഭുത മിറാക്കിൾ ജാറാണിത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ഇനി ഈ മിറാക്കിൾ ജാർ തയ്യാറാക്കുവാൻ ഒരുപാട് പണം മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മിറാക്കിൾ ജാർ തയ്യാറാക്കാവുന്നതാണ്. ഈ മിറാക്കിൾ ജാർ ഇന്നു മുതൽ നവരാത്രി അവസാനിക്കുന്നതിന് മുൻപ്, അതായത് ഒക്ടോബർ 2-ാം തീയതിക്ക് മുൻപ് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ മിറാക്കിൾ ജാർ തയ്യാറാക്കുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്നും നോക്കാം. മിറാക്കിൾ ജാർ തയ്യാറാക്കുന്നതിന് 9 വസ്തുക്കളാണ് ആവശ്യമുള്ളത്. ഒന്നാമതായി അരിയാണ് ആവശ്യമുള്ളത്. പച്ചരിയോ അല്ലെങ്കിൽ കുത്തരിയോ അല്ലെങ്കിൽ നിങ്ങൾ ചോറ് വെക്കുന്നത് ഏതരിയാണോ അതെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തുവരപ്പരിപ്പ്, പഞ്ചസാരയും എടുക്കുക. അരിയും പരിപ്പും പഞ്ചസാരയും 1-2 സ്പൂൺ വീതം എടുത്താൽ മതിയാകും. ഇതിനോടൊപ്പം ഒരു കഷ്ണം കറുവപ്പട്ട, 9 നാണയം. ഇനി നാണയം എടുക്കുമ്പോൾ 1 രൂപയുടെ ആണെങ്കിൽ 9ഉം 1 രൂപ നാണയം തന്നെ എടുക്കുക. 2 രൂപയുടെ ആണെങ്കിൽ 9 നാണയവും 2ന്റെ തന്നെ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഏത് നാണയമാണോ എടുക്കുന്നത് അത് തന്നെ 9 എണ്ണം എടുക്കുക. ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഏത് നാണയമാണോ ഉള്ളത് അത് 9 എണ്ണം എടുക്കാവുന്നതാണ്. അടുത്തതായി 9 ഗ്രാമ്പു ആണ് ആവശ്യമുള്ളത്. ഗ്രാമ്പു എടുക്കുമ്പോൾ ഒടിയാത്ത മുട്ടോടുകൂടിയ നല്ല ഫ്രഷ് ആയ ഗ്രാമ്പു നോക്കി തന്നെ എടുക്കുക. അടുത്തതായി ഒരു ബേ ലീഫ്, 9 ഏലയ്ക്ക, അവസാനമായി ഒരു കഷ്ണം പച്ച കർപ്പൂരം. ഇത്രയുമാണ് ഈ മിറാക്കിൾ ജാർ തയ്യാറാക്കുവാൻ ആവശ്യമുള്ളത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരി, പരിപ്പ്, പഞ്ചസാര, ഏലയ്ക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, കറുകപ്പട്ട, നാണയം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ബേ ലീഫിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതുക. നല്ല ആരോഗ്യം, സമ്പത്ത്, വിജയം, ജോലിയിൽ പ്രമോഷൻ, അതായത് പ്രോസ്പെരിറ്റി, നല്ല സ്വത്ത്, നല്ല വീട്, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് ഒറ്റ വാക്കിൽ എഴുതുക. അതിനുശേഷം ഇലയുടെ മറുവശത്ത് അബണ്ടൻസ് എന്നെഴുതുക. കൂടാതെ അതിന് താഴെയായി 148 സ്പേസ്, 418 സ്പേസ്, 818 സ്പേസ് 8 എന്ന നമ്പരും എഴുതുക. അതിനുശേഷം ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും അതിലിടുക. ഗ്ലാസ് ബോട്ടിൽ ഇല്ല എങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും എടുക്കാവുന്നതാണ്. അടപ്പുള്ള ബോട്ടിൽ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത എല്ലാ വസ്തുക്കളും ബോട്ടിലിൽ ഇട്ടതിന് ശേഷം എഴുതിയ ബേ ലീഫും അതിലേക്കിടുക. ഡെമോ വീഡിയോ ആയതുകൊണ്ട് തന്നെ ബേ ലീഫിൽ ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങൾ വയ്ക്കുമ്പോൾ ആഗ്രഹങ്ങൾ എഴുതി അതിൻ്റെ മറുവശത്ത് അബണ്ടൻസും ആ ഭാഗ്യ നമ്പരും എഴുതിയതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് ബേ ലീഫ് വെക്കാവൂ. അതിനുശേഷം ഈ ബോട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പൂജാമുറി ഇല്ല എങ്കിൽ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ ശുദ്ധമായ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് ഈ ബോട്ടിൽ വെക്കുക. ഓരോ ദിവസവും മാറ്റി മാറ്റി വെക്കരുത്. എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ നവരാത്രി അവസാനിക്കുന്നത് വരെയും വെക്കേണ്ടതാണ്. പൂജാമുറിയിൽ ഈ ബോട്ടിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ കുലദൈവത്തെ അല്ലെങ്കിൽ കുടുംബദേവതയെയും ദുർഗാദേവിയെയും മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബോട്ടിലിന് മുകളിൽ രാവിലെയും വൈകിട്ടും കഴിയുമെങ്കിൽ ദീപം കൊളുത്തുക. ഇനി 2 നേരവും വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവരാണെങ്കിൽ നവരാത്രി കാലം ആയതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്തെ പൂജയ്ക്കാണ് വളരെയധികം പ്രാധാന്യം. അതുകൊണ്ട് സന്ധ്യയ്ക്ക് 6 മണിക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ബോട്ടിലിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്തുക. ഇങ്ങനെ ദീപം കൊളുത്തിയതിന് ശേഷം കുറഞ്ഞത് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ബേ ലീഫിൽ ഏതാഗ്രഹമാണോ നിങ്ങൾ എഴുതിയത് അത് നടന്ന് കഴിഞ്ഞതായി സങ്കല്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്ന ദേവിയോട് നന്ദി പറയുവാനും മറന്നു പോകരുത്.
ഈ ഒരു മിറാക്കിൾ ജാർ തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പൂർണ്ണ വിശ്വാസമാണ്. രണ്ടാമതായി നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ബേ ലീഫിൽ എഴുതുമ്പോൾ ഒരു കാരണവശാലും അത് നടക്കണേ എന്നല്ല എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പറയേണ്ടത്. പ്രസന്റ് ടെൻസിൽ, അതായത് നടന്നു കഴിഞ്ഞതായിട്ടാണ് പറയേണ്ടത്. അതായത് എപ്പോഴും രോഗമുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹം എൻ്റെ രോഗം മാറിക്കിട്ടണേ എന്നായിരിക്കും. എന്നാൽ ഒരു കാരണവശാലും ബേ ലീഫിൽ രോഗം മാറണം എന്നെഴുതരുത്. അതിനു പകരം നല്ല ആരോഗ്യം എന്നാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പ്രസന്റ് ടെൻസിൽ, അതായത് നടന്ന് കഴിഞ്ഞതായി, അതായത് പോസിറ്റീവായ രീതിയിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുവാനും എഴുതുവാനും പാടുള്ളൂ. വിളക്കിന് മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ദേവിയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ നാമങ്ങളോ ചൊല്ലാവുന്നതാണ്. കാരണം മന്ത്രം ചൊല്ലുമ്പോഴും നാമജപം ചെയ്യുമ്പോഴും ആ ബോട്ടിലുള്ള വസ്തുക്കളുടെ എനർജി വർദ്ധിക്കുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. ഈ ഒരു മിറാക്കിൾ ജാർ തയ്യാറാക്കുന്നതോടുകൂടി നിങ്ങളുടെ ഏത് ആഗ്രഹമുണ്ടെങ്കിലും അത് ദേവിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബേ ലീഫിൽ എഴുതുമ്പോൾ ചുവന്ന മഷിയുള്ള പേന ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഇനി ചുവപ്പ് പേന ഇല്ല എങ്കിൽ പകരം ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ടും എഴുതാവുന്നതാണ്. പേന, സ്കെച്ച്, മാർക്കർ അങ്ങനെ എന്തുകൊണ്ടും എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ബേ ലീഫിൽ ആഗ്രഹം എഴുതുമ്പോൾ പരമാവധി നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ വരെ എഴുതാവുന്നതാണ്. ഇലയുടെ മറുവശത്ത് അബണ്ടൻസും അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന ഭാഗ്യസംഖ്യയും മാത്രം എഴുതുക. ഇത്തരത്തിൽ മിറാക്കിൾ ജാർ തയ്യാറാക്കി ദിവസേനയുള്ള നിങ്ങളുടെ പൂജയിലൂടെയും പ്രാർത്ഥനയിലൂടെയും തീർച്ചയായും നടന്നു കിട്ടുന്നതാണ്. ഇനി ഈ മിറാക്കിൾ ജാർ ഒക്ടോബർ 2-ാം തീയതി വരെ പൂജാമുറിയിൽ വെക്കേണ്ടതാണ്. പിറ്റേന്ന്, അതായത് ഒക്ടോബർ 3-ാം തീയതി പൂജാമുറിയിൽ വെച്ച ഈ ജാറ് തിരികെ എടുക്കാവുന്നതാണ്. ജാറിനുള്ളിൽ വെച്ച പച്ചരി, പരിപ്പ്, പഞ്ചസാര ഇവ കിളികൾക്കോ അല്ലെങ്കിൽ ഉറുമ്പുകൾക്കോ ഭക്ഷണമായി നൽകാവുന്നതാണ്. 9 നാണയവും പച്ചക്കർപ്പൂരവും നിങ്ങൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. ഇനി കറുകപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും നോൺ വെജ് ഒഴികെയുള്ള ഭക്ഷണങ്ങളിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി എഴുതിയ ആ ബേ ലീഫ് കത്തിച്ച് അതിൻ്റെ ചാരം കാറ്റിൽ ഊതിവിടുകയോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഇടാവുന്നതുമാണ്. ഈ മിറാക്കിൾ ജാർ എന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു രഹസ്യ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.